അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പച്ച മാങ്ങ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചാൽ കേടാവുന്നില്ല, ഒരു വർഷം ഇരിക്കും കേട്ടോ, ഒരു വർഷത്തെ കൂടുതലിരിക്കും. അപ്പം നമ്മൾ ആദ്യം മാങ്ങ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം, ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു മാങ്ങയെല്ലാം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചത്, പൊടിയുപ്പായാലും മതി. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇത് ആക്കി വെക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ ഉപ്പിൽ വെക്കണം കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇത് പുറത്ത് തന്നെ ഇതുപോലെ അടച്ചിട്ട് ഒരു ദിവസം വെക്കുക. പിറ്റേ ദിവസമാണ് ഇനി ഇത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസമാണ് നിങ്ങളിപ്പം ഈ ഒരു മാങ്ങ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് ഈ ഒരു വെള്ളം അരിച്ചിട്ട് മാറ്റണം. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇത്രയാണ് നമുക്ക് മാങ്ങയിൽ നിന്നും ഉപ്പിൻ്റെ വെള്ളം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്കും നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മസാലയായിട്ട് ചേർക്കുന്നത് കടുക്, ഉലുവയും കൂടി പൊടിച്ചെടുത്തതും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കടുക് 1 ടീസ്പൂണും ഉലുവ 1 ടീസ്പൂണും എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. ഇനി മാങ്ങ പീസ് ഈ ഒരു മസാല കൂട്ടിലേക്ക് ചേർത്തിട്ട് എല്ലാ മാങ്ങ പീസിലും ഈ ഒരു മസാല ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മസാല ഈ ഒരു മാങ്ങാക്കൂട്ടിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇനി ഉണക്കിയെടുക്കണം, വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. 4-5 ദിവസം നല്ലോണം ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്ക് ഈ ഒരു മാങ്ങ ഒരു വർഷം വരെ കേടാവുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. പുളിക്ക് പകരമായിട്ട് നമുക്ക് കറിയിലൊക്കെ ഈ ഒരു മാങ്ങ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാറും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനി നല്ലൊരു കുപ്പിയിലാക്കി അടച്ച് വെച്ചാൽ മതി, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇത് ഒന്നും കേടായി പോകുന്നില്ല, അതുപോലെ തന്നെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു തുറമാങ്ങയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക.